ഹലോ ഫ്രണ്ട്സ്, ഡേയ്സ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്റ്റഡി വ്ലോഗാണ്. ഞാൻ രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് എഴുന്നേറ്റത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് മോർണിംഗ് റൊട്ടീനൊക്കെ കഴിഞ്ഞ ശേഷം പഠിക്കാനിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ രാവിലെ മഴ ആയതുകൊണ്ട് എനിക്ക് രാവിലെ എഴുന്നേൽക്കാനേ സാധിക്കാറില്ല. സോ മിക്ക ദിവസവും അലാറം വെച്ചാലും താമസിക്കാറാണ്. എന്താണെന്തോ അല്ലേ, ഇപ്പം എപ്പോഴും മഴയാണ്. മഴ കാരണം നമ്മുടെ ഈ ഒരു ബാൽക്കണിയൊക്കെ ആകെ കോലം കെട്ടി കിടക്കുകയാണ്. കാരണം ക്ലീൻ ചെയ്താലും പെട്ടെന്ന് മഴ പെയ്തത് കൊണ്ട് തന്നെ വീണ്ടും പെട്ടെന്ന് വൃത്തികേടാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പം ഞാൻ അധികം ശ്രദ്ധിക്കാറില്ല. ഇനി മഴയൊക്കെ മാറിയിട്ട് വേണം എല്ലാം ചെയ്യാൻ. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് ഫേസ് യോഗയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഈ ഒരു ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ശേഷം കുറച്ച് ഓയിൽ മുഖത്ത് അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ കുറച്ച് ഫേസ് യോഗയൊക്കെയാണ് ചെയ്യാറ്. ഇത് ഞാൻ ഡെയിലി ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യത്തില്ല കേട്ടോ. എങ്കിലും എനിക്ക് പറ്റുന്ന സമയമൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. നമുക്കൊരു ജോ ലൈനൊക്കെ ഉണ്ടാവാനൊക്കെ നല്ല ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾക്ക് യൂട്യൂബൊക്കെ നോക്കിയാൽ ഇതുപോലത്തെ വീഡിയോസ് കണ്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് ശേഷം കുറച്ച് നേരം ഞാൻ പുറത്തേക്കൊക്കെ നോക്കി നിന്ന് ഇവിടെ മൊത്തം ക്ലീൻ ഇല്ലാതെ കിടക്കുവാണ്. പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. ക്ലീൻ ചെയ്താലും പെട്ടെന്ന് മഴ കാരണം അവിടെ ആകെ അലമ്പാവുകയാണ് ചെയ്യാറ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അങ്ങ് അക്കരെയായിട്ട് നല്ല രീതിയിൽ മഞ്ഞുണ്ട്. കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു. നല്ല രീതിയിൽ മഞ്ഞുണ്ട് കേട്ടോ. ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ മഴയുള്ള അന്തരീക്ഷമായതുകൊണ്ട് കുളിക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. എങ്കിലും പിന്നെ നമുക്ക് കുളിച്ചല്ലേ പറ്റൂ. അപ്പോൾ എൻ്റെ ഹെയർ നന്നായിട്ട് ഹെയർ ഫോൾ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് അലോവേര ജ്യൂസ് എടുത്തൊരു ഹെയർ പാക്ക് എനിക്ക് അപ്ലൈ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതും കൂടി തേച്ചതിന് ശേഷം ഒന്ന് കുളിക്കുകയാണ് ചെയ്യുന്നത്. കുറേ നാളായി ഇങ്ങനെയൊക്കെ മോർണിംഗ് കെയറൊക്കെ ചെയ്തിട്ട്, സെൽഫ് കെയറൊക്കെ. കാരണം മഴ കാരണം എന്നും ഇപ്പോൾ എഴുന്നേൽക്കാൻ താമസിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് തന്നെ അലാറം വെച്ചിട്ട് ഞാൻ 7 മണിക്കാണ് എഴുന്നേറ്റത്. അപ്പോൾ ഞാൻ ജസ്റ്റ് തലയിൽ ഇതൊക്കെ ചെയ്ത് വെച്ച ശേഷം അപ്ലൈ ചെയ്ത ശേഷം പിന്നെ ഒന്ന് റൂം ക്ലീൻ ചെയ്യാമെന്ന് കരുതി. വലിയ മോശമായിട്ടൊന്നും അല്ല കിടപ്പ്, കുറച്ച് ഉറുമ്പൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞ് പെട്ടെന്ന് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. അതിന് ശേഷം ഞാൻ ജേർണൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെ ചെയ്യണമെന്ന്, 5:30 എഴുന്നേൽക്കണമെന്നൊക്കെ ആയിരുന്നു. അത് നടന്നില്ല. പിന്നെ രാവിലെ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പം ടിക്ക് ചെയ്ത് പോവുകയാണ് ചെയ്തത്. പിന്നെ അതിനുശേഷം കുളിച്ചു. പിന്നെ നോർമൽ മോർണിംഗ് ആയിട്ടുള്ള സ്കിൻ കെയർ, ജസ്റ്റ് സെറവും പിന്നെ മോയ്സ്ചറൈസർ, ലിപ് ബാം, ഇതാണ് ഞാൻ രാവിലെ ചെയ്യാറ്. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷമാണ് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് നോർമലി പഠിക്കാൻ ഇരിക്കാറ്. പിന്നെ ഇന്ന് കുറച്ച് രാവിലെ എഴുന്നേറ്റ് കുളിക്കാനൊക്കെ പറ്റിയത് കൊണ്ട് കുറച്ച് നേരം പ്രാർത്ഥിക്കാനൊക്കെ ഇരുന്നു. ഇപ്പോൾ രാമായണ മാസമൊക്കെ അല്ലേ, നിങ്ങളുടെ വീട്ടിൽ രാമായണമൊക്കെ വായിക്കാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാനൊരു ഓട്സ് സ്മൂത്തിയാണ് ഉണ്ടാക്കിയത്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാണ്, പക്ഷേ പാളിപ്പോയി. എങ്കിലും ഞാൻ അത് തന്നെ കുടിച്ചേട്ടോ. ഓട്സ്, മിൽക്ക്, പിന്നെ റോബസ്റ്റ പഴം, അതേപോലെ ഡേറ്റ്സും ഒക്കെ ആഡ് ചെയ്ത് ഹണി ആഡ് ചെയ്യാൻ ഞാൻ മറന്നുപോയി. അതുകൊണ്ട് മധുരം കുറവായിരുന്നു. ഹണിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുമായിരുന്നു. എങ്കിലും കുഴപ്പമില്ല, കുടിക്കാൻ പറ്റും. പിന്നെ അതിനുശേഷം ഈ ഒരു PSC ബുള്ളറ്റിൻ ഇന്ന് കംപ്ലീറ്റ് ചെയ്യുക എന്നതാണ് എൻ്റെ മെയിൻ ടാസ്ക്. അപ്പോൾ അതിന് വേണ്ടി അതും എടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് എൻ്റെ റൂമിലിരുന്ന് പഠിക്കാനാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് ശേഷം അപ്പോൾ കുറച്ച് നേരം ഞാൻ റൂമിൽ ഇരുന്ന് പഠിച്ചെങ്കിലും പിന്നീട് എനിക്കത്ര ശരിയായില്ല. എനിക്ക് ബെഡിലിരുന്ന് പഠിക്കുമ്പോൾ അവിടെ കിടന്നുറങ്ങാനുള്ളൊരു ടെൻഡൻസി തോന്നി. അതുകൊണ്ട് ഞാൻ ഇപ്പുറത്തെ റൂമിൽ മറ്റേ സ്റ്റഡി ടേബിളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ വന്നിരുന്ന് ബാക്കി കംപ്ലീറ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. അപ്പോൾ രാവിലെ അധികം എനിക്കങ്ങോട്ട് ഈ കുറേ റൊട്ടീനൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് സമയം കിട്ടിയില്ല. എങ്കിലും ഞാൻ ഒരു 2-3 പേജ് ഒരുവിധം കവർ ചെയ്തു. അതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതലും ബാക്കി ഫുള്ള് കവർ ചെയ്തത്. ഇതൊക്കെ പിക്കാസോടെ ചിത്രങ്ങളൊക്കെ ഞാൻ എൻ്റേതായ രീതിയിൽ ഇവിടെ വരച്ചൊട്ടിച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ ഒരുവിധം കവർ ചെയ്തു. ഇപ്പോൾ ഇതാ നൈറ്റായി കേട്ടോ. ഇപ്പോൾ നൈറ്റാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുവിധം ഇത് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ഇന്ന് എനിക്ക് വേറെ കുറച്ച് ടാസ്ക് ഉണ്ടെങ്കിൽ ഇത് ഭാഗ്യത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അത് തന്നെ എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നി. നമ്മൾ കുറേ നാളായല്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു സ്റ്റഡി വ്ളോഗ് ചെയ്യാമെന്ന് കരുതിയത്.
എനിക്കും അധികം കാര്യമായിട്ടൊന്നും നടക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ജേണൽ പ്രിപ്പയർ ചെയ്തു, അതായത് ഒരു ടാസ്ക്കൊക്കെ എഴുതി വെച്ചിട്ട് ചെയ്തു. അപ്പോൾ എനിക്കൊരുവിധം അതിൻ്റെ മാക്സിമം കവർ ചെയ്യാൻ പറ്റി. 2-3 ടാസ്ക് പറ്റിയില്ല, എങ്കിലും അതെനിക്ക് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളോട് അറിയിക്കാനാണ് ഞാൻ വന്നത്. കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ട് ട്രൈ ചെയ്യാൻ നോക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റും എന്നത് തന്നെയാണ്. അതിന് 100% ഞാൻ ഉറപ്പാണ്. ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചത് തന്നെ മനസ്സിലായില്ല. എനിക്ക് ആ ഒരു PSC ബുള്ളറ്റിനൊന്നും ഞാൻ ഒരിക്കലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇങ്ങനെ എഴുതി വെച്ച് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. പിന്നെ അതിനോടൊപ്പം ഗ്രാറ്റിറ്റ്യൂഡ്, മെഡിറ്റേഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ വീഡിയോ നമുക്ക് പിന്നീട് ഒരിക്കൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുവിധം രാത്രിയായി. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു. അപ്പോൾ എല്ലാവരും ടാസ്ക്കൊക്കെ എഴുതി വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പഠിക്കാൻ. അടിപൊളി നല്ല വീഡിയോകളുമായി നമുക്ക് ഇനിയും വരാം. അതുവരേക്കും ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.